പ്രശ്നങ്ങൾ വീട് പണി തീർന്നതിന് ശേഷം പൂർണ്ണമായി തീർന്നതിന് ശേഷം ഇവർക്ക് വേറെ രീതിയിലുള്ള ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റേജിൽ അവർ ആ സമയത്ത് ഈ കോവിഡിന്റെ സമയത്താണ് ആര്യ ഈ റീൽസിലൊക്കെ താരമായി മാറുന്നത്, ഈ ടിക്ടോക്കിലും അതിനുശേഷം ഇൻസ്റ്റയിലൊക്കെ താരമായി മാറുന്നത്. റീൽസിലൊക്കെ താരമായി നിൽക്കുന്ന ഒരു ടിക്ടോക്കിലൊക്കെ ഉള്ള സമയത്ത് ആ കോവിഡിന്റെ കഴിയുന്ന ഒരു പോയിന്റിലാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഉറപ്പിക്കുന്ന സത്യത്തിൽ. പക്ഷേ അതിന് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ പെൺകുട്ടിയെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി ഒരുത്തൻ്റെ പൈസ മൊത്തം തട്ടിയെടുത്ത ഒരു സ്ത്രീയെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ ഇവിടെ അധികം ആർക്കും താല്പര്യമൊന്നുമില്ല. സ്ത്രീയല്ലേ, അവളെ തട്ടിപ്പല്ലേ, ചെറിയ കാര്യമല്ല നടത്തുന്നു, അങ്ങനെ പോട്ട് എന്നുള്ള രീതിയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, സ്വയംവരം സീരിയലിലെ ആര്യ അനിൽ എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ അറിയാവോ? അറിയില്ലെങ്കിൽ ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. തമ്മിലൊക്കെ കണ്ട ആൾ തന്നെയാണ്. അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് രഞ്ജിത്ത് കൃഷ്ണ എന്ന് പറയുന്ന ഒരാളെ ലക്ഷങ്ങളാണ് തട്ടിയത്. നല്ല രീതിയിൽ നല്ല എമൗണ്ടിൽ നല്ല സൈസിൽ അങ്ങോട്ട് എമൗണ്ട് തട്ടിയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് അവസാനം കാലം മാറി. അതാണ് സംഭവം. എന്തായാലും ഏപ്രിൽ 28 ചേർത്തല പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏപ്രിൽ 28 അതുവരെ കേസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു നടപടി ഇല്ലാണ്ട് പോയ സമയത്താണ് അവസാനം കേസൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ നടന്നത്. എന്തായാലും ആൾ കുറച്ച് റീൽസും ഒക്കെ ഇട്ട് കോവിഡ് ടൈമിൽ ഒന്ന് പബ്ലിസിറ്റി ആയി സെറ്റായി വന്നപ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് കൃഷ്ണയെ വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് രഞ്ജിത്ത് കൃഷ്ണ പറയുന്നത്. കല്യാണം വരെ വീട്ടിൽ പോയി ഉറപ്പിച്ചതാണ്. ഈ പറയുന്ന ആര്യ അനിലിനെ എങ്ങനെയാണ് രഞ്ജിത്ത് കൃഷ്ണയുമായി പരിചയപ്പെട്ടത്, എങ്ങനെയാണ് അവർ തമ്മിൽ പ്രണയത്തിലായത്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. ബാംഗ്ലൂർ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടി ഇവർ ബാംഗ്ലൂർ വന്നിരുന്നു. ഹിന്ദുസ്ഥാൻ ഏവിയേഷൻ അക്കാഡമിയിൽ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന സമയത്ത് അതിനുശേഷം ഒരു ലാപ്ടോപ്പ് വേണ്ട ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബ്രാഞ്ച് സാറിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ സാറ് എന്നോടൊന്ന് അതിനുവേണ്ട സഹായം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. എന്നെ റെഫർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളൊരു ബന്ധമാണ് വാങ്ങിക്കൊടുത്തു. അതിനുശേഷമാണ് ആ ബന്ധം പ്രണയത്തിലേക്കും ഞങ്ങളുടെ വിവാഹം ഉറപ്പിക്കലിലേക്കും ഒക്കെ എത്തിയത്. ഈ ലാപ്ടോപ്പ് നിങ്ങളുടെ പേയ്മെന്റിൽ വാങ്ങിക്കൊടുത്തു? അല്ലെങ്കിൽ എന്റെ ആദ്യമേ അവർ തന്നെ പൈസ തന്നു, അതിനെ വാങ്ങിക്കൊടുത്തു. അത് റെഡി ആവാത്തതുകൊണ്ട് അപ്പോഴത്തേക്കും ബന്ധം കുറച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ ഒരു അടുപ്പം തോന്നിയതുകൊണ്ട് ഞാൻ ഒരു 1 മന്തിൽ അവർ തിരിച്ചു തരാമെന്നുള്ള ഇതിൽ പുതിയ ഒരെണ്ണം വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ ബന്ധം അടുത്തടുത്ത് ചാറ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്തു. ബാംഗ്ലൂർ പഠിക്കുകയായിരുന്നു. ഈ പഠിക്കാൻ പോയ സമയത്ത് എങ്ങനെയായിരുന്നു ആ ബന്ധം? നിങ്ങൾ മൊബൈലിലൂടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നു, നിരന്തരം കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിരുന്നു? എല്ലാം എല്ലാ എക്സ്പെൻസിനും പഠിത്തത്തിന്റെയും ഹോസ്റ്റലിൽ ചിലവുകളും, ഹോസ്റ്റലിൽ നിന്ന് മാറ്റി ഒരു 1 BHK 1 RK ഫ്ലാറ്റ് എടുത്തിട്ടാണ് ഞാൻ താമസിച്ചത്. അതിന്റെ റെന്റ്, ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് വരാനുള്ള ചിലവ്, അങ്ങോട്ട് പോകാനുള്ള ചിലവ്, അവിടുത്തെ ഫുഡ് അക്കോമഡേഷൻ, എല്ലാ ചിലവുകളും എന്റെ കയ്യിൽ നിന്നാണ് ആര്യ നടത്തിയിരുന്നത്. പെണ്ണ് കിട്ടിയ സന്തോഷത്തിൽ രഞ്ജിത്ത് കൃഷ്ണ തന്റെ നിക്കർ വരെ ഊരിക്കൊടുത്ത അവസ്ഥയിലായിരുന്നു. എല്ലാ ചിലവും നോക്കി, ഫുള്ള് രഞ്ജിത്ത് കൃഷ്ണ തന്നെ നോക്കി. എന്തായാലും ബ്രോ, എനിക്കതിൽ പേഴ്സണലി യോജിപ്പില്ല. ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ പൈസ ചിലവാക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിലവാക്കിയിട്ട് കണക്ക് പറയാണ്ടിരിക്കുക. ഇതിപ്പോൾ ലക്ഷങ്ങളാണ് ചിലവാക്കിയത്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു റിലേഷൻഷിപ്പിലായത് ഉടനെ ഒരു പ്രണയിനിക്ക് അല്ലെങ്കിൽ കാമുകന് പൈസ വാരി കൊടുക്കുന്നതിലൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമൊന്നുമില്ല. അത് പേഴ്സണലി എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമില്ല. പിന്നെ അവരവരുടെ ട്രസ്റ്റ് ഇഷ്യൂ ആണ്, വിശ്വാസമാണ്, എല്ലാം ആണ്. അവസാനം ഇതുപോലെ പണി കിട്ടുമ്പോൾ വന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മനസ്സിലായോ? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻസിൽ, എൻ്റെ എത്തിക്സ്, എൻ്റെ ലോജിക്ക് വെച്ചിട്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ഒരു റിലേഷൻഷിപ്പിലായ ഉടനെ ഇങ്ങനെ കാര്യങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കാനൊന്നും. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. അതിനു മുമ്പേ നമുക്ക് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ തേനെ, പാല്, ചക്കര, വഴുതനയൊക്കെ നമ്മൾ ഒലിപ്പിച്ചു കഴിഞ്ഞാലും അത് ഏതറ്റം വരെ പോകുന്നൊന്നും നമുക്ക് ഒരു ഉറപ്പുമില്ല. കെട്ടിയെന്ന് പറയാം. അതാണ് ഇന്നത്തെ കാലത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് ഇപ്പോൾ ബ്രോ കൊടുത്തത് പോയി, ഓക്കെ, അത് കേസ് പറഞ്ഞ് അത് തിരിച്ച് മേടിക്കുക. പക്ഷേ ഇനി ഉള്ളവരെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കുക. മനസ്സിലായി? പൈസ വിട്ടുള്ള കളി, പണം ഒരു പ്രശ്നമാണ്. അത് ആണ് എല്ലാ വഴക്കുകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒക്കെ തുടക്കം ആകുന്നത്. എന്തായാലും ബാക്കി കേട്ട് നോക്കാം. അതായത് ആ പഠനം കഴിഞ്ഞ് ആര്യ നാട്ടിലേക്ക് വരുന്ന ഘട്ടത്തിൽ ആര്യക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് പണം ചെലവാക്കിയതിനെ കുറിച്ച് ആര്യക്ക് വീട് ഒരു താമസയോഗ്യമായിട്ടുള്ള വീടായിരുന്നില്ല. ഒരു സാധാരണ ഒരു ഷെഡ് പോലത്തെ ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് ആര്യക്ക് വരാൻ താല്പര്യമില്ലായിരുന്നതുകൊണ്ടും അവരുടെ വീട് ഉടനെ പണിയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടും ആരെയും കുടുംബവും ഒക്കെ കല്യാണം കൂടെ ഉറപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവരുടെ വീട് പണി തുടങ്ങുകയും അത് പൂർത്തീകരിച്ച് കൊടുക്കുകയും ചെയ്തു. ഇവർ ഈ വീട് വാടകയ്ക്ക് എടുക്കുക ഇതൊക്കെ തങ്ങളുടെ ഐഡിയ ആയിരുന്നു, അല്ലെങ്കിൽ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ല, അത് തിരിച്ച് വിവാഹം കഴിക്കാനുള്ള എന്തായാലും എങ്ങനെ മുടക്കിയാലും നിങ്ങൾക്ക് തന്നെ ഉള്ളതല്ലേ എന്നുള്ള ധാരണയിൽ നമ്മളെ ബോധ്യപ്പെടുത്തി പ്രഷർ ചെയ്ത് ചെയ്യിപ്പിച്ച. അപ്പോൾ എല്ലാം A to Z ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ് ഈ ആര്യ അനിലിന് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. A to Z കാര്യങ്ങൾ. സത്യം, സീരിയസ്ലി എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇത്രയും ലക്ഷങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് വീട് പണി, അതായത് ഇവർക്ക് മറ്റേ നമ്മുടെ ഈ പഞ്ചായത്തിലെന്നൊക്കെ കൊടുക്കത്തില്ല, അതുപോലത്തെ വീട് പണിക്ക് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്തോ പൈസ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ലക്ഷറി വീട് 10-35 ലക്ഷം രൂപ
അടുപ്പിച്ചുള്ള വീട് വെച്ച് കൊടുത്തത്, അതിനുള്ള എല്ലാം പൈസ കൊടുത്തത് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ്. അതായത് 7 ലക്ഷം രൂപ വരെ അവർ ചിലവാക്കി. ബാക്കി 35 ലക്ഷത്തിൽ ബാക്കി അത്രയും എമൗണ്ട് ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി കൊടുത്താണ് ആ വീടൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച്. പ്രണയിനിക്ക് വേണ്ടി ഇത്രയും പൈസയൊക്കെ വരിയിറക്കിയ കാമുകൻ, അത്രേ ഉള്ളൂ. അത്രയും ടാഗ് ലൈൻ അവിടെ കൊടുക്കുന്നുള്ളൂ. കാരണം വിവാഹ ജീവിതം തുടർന്നിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഇതിനെ തുടർന്ന് ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിലെ പെണ്ണാലോചിച്ച് പോകുന്നു, എല്ലാം ഉറപ്പിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ വശപ്പശക്കൊക്കെ ആയത്. നമുക്ക് കേട്ടോക്കാം. മുനിസിപ്പാലിറ്റിയിൽ ലൈഫ് പദ്ധതി ലോൺ എടുത്ത് കിട്ടിയവർക്ക് അത് 4 ലക്ഷം രൂപയാണ്. പക്ഷേ ആ 4 ലക്ഷം രൂപയിൽ 1 രൂപ പോലും അവർ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ കിട്ടുന്ന ചെലവാക്കില്ല. ആദ്യഘട്ടത്തിലല്ല, മുഴുവൻ പൈസയും ആദ്യം 40,000 കിട്ടി. പിന്നെ ഒരു 8 ലക്ഷം രൂപ ലോൺ ഒരു DCB ബാങ്കിൽ നിന്ന് എറണാകുളത്ത് നിന്ന് എടുത്തിരുന്നു. ഈ സ്ഥലം വെച്ചിട്ട് സ്ഥലം വെച്ചിട്ട് എടുത്തിരുന്നു. അത് ആ പൈസയും ഞാൻ ചെലവാക്കിയ പൈസയും കൂടെ ചേർത്ത് ഏകദേശം ഒരു 35 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് വീട് പണി. 35 ലക്ഷം. അതായത് അവർക്ക് വീടിന് വേണ്ടി 4 ലക്ഷം രൂപ ഈ ലൈഫിൽ നിന്ന് കിട്ടുന്നു. പിന്നെ 8 ലക്ഷം രൂപ ലോൺ അവർ എടുക്കുന്നു. 12 ലക്ഷം രൂപ അവർ ചെലവാക്കി. ബാക്കിയുള്ള ഈ പൈസ മൊത്തം താങ്കളാണ് ചെലവാക്കിയത്. 12 അവർ ചെലവാക്കില്ല. അവർ ലോൺ എടുത്ത ഇൻഷുറൻസ് കഴിച്ചിട്ട് കിട്ടിയ ബാങ്കിൽ നിന്ന് കിട്ടിയ ഏകദേശം 7.5 ലക്ഷം രൂപ മാത്രമാണ് അവർ വീട് പണിക്ക് വേണ്ടി ചെലവാക്കിയത്. ഈ ലൈഫിന്റെ പദ്ധതിയിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവനായിട്ട് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുകയായിരുന്നു. വീടിന് വേണ്ടി അവർ ഉപയോഗിച്ചില്ല. അപ്പൊ ഏകദേശം ഒരു 6 ലക്ഷം രൂപ ഈ വീടിന് വേണ്ടി ചെലവാക്കി. ബാക്കി പൈസ താങ്കളാണ് ഈ 35 ലക്ഷം രൂപ 7.5 രൂപയോളം ലോൺ കിട്ടിയ പൈസ വീടിന് വേണ്ടി ഉപയോഗിച്ചു. ബാക്കി പൈസ 35 ലക്ഷത്തിൽ നിന്ന് ബാക്കി 7 കുറച്ചിട്ടുള്ള പൈസ മുഴുവൻ ഞാനാണ് ചെലവാക്കിയത്. അതിനെ കൊണ്ട് ചെലവാക്കിയായിരുന്നു തിരിച്ച്. നിങ്ങൾ ഈ ചെലവാക്കി എന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? എല്ലാം എന്താ പറയുക, അക്കൗണ്ട് ത്രൂ കൊടുക്കുകയും എല്ലാത്തിന്റെയും ബില്ലുകളും റെസീറ്റുകളും അക്കൗണ്ട് ത്രൂ ആണ്. അപ്പൊ ആരും അവിടെ ചെലവാക്കിയതാണെങ്കിലും എന്റെ അക്കൗണ്ട് ത്രൂ ആണ് എല്ലാം. ഡെബിറ്റ് കാർഡ് വഴി സ്വൈപ്പ് ചെയ്യും. എന്റെ ഡെബിറ്റ് കാർഡ് ബാംഗ്ലൂർ ഉപയോഗിച്ച് അതിലൂടെ ഡെബിറ്റും സ്വൈപ്പ് ചെയ്യുകയും ചെയ്തിരുന്ന ട്രാൻസാക്ഷൻ തന്നെ നല്ല എമൗണ്ട് ഉണ്ട്. ഒരു മാസം ചുരുങ്ങിയത് ഒരു 10,000 രൂപ വീടിന്റെ വാടക അവിടെ ഉണ്ടായിരുന്നു. എക്സ്പെൻസ് ഒരു 10,000-15,000 രൂപ വരും. ഒരു 30,000 രൂപ ആരെയും എല്ലാ മാസവും അവിടെ ബാംഗ്ലൂർ താമസിച്ചിരുന്ന സമയത്ത് ചെലവുകളാണ്. അപ്പൊ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ നിക്കറ് വരെ വലിച്ച് കീറി കളഞ്ഞു. ആര്യാനിൽ വീട്ടിൽ ആടപടലം വലിച്ച് കീറി കളഞ്ഞു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതിനുശേഷം ഈ പറയുന്ന രഞ്ജിത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കല്യാണമൊക്കെ ആലോചിച്ച് പോയി. കാര്യങ്ങളൊക്കെ ചെറുകെട്ടായി. പക്ഷെ അവിടെയും തേഞ്ഞൊട്ടി ആശ. അത്രേ ഉള്ളൂ. വീട് പണി തീർന്നതിന് ശേഷം, പൂർണ്ണമായി തീർന്നതിന് ശേഷം ഇവർക്ക് വേറെ രീതിയിലുള്ള ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റേജിൽ അവർ ആ സമയത്ത് ഈ കോവിഡിന്റെ സമയത്താണ് ആര്യ ഈ റീൽസിലൊക്കെ താരമായി മാറുന്നത്. ഈ ടിക്ടോക്കിലും അതിനുശേഷം ഇൻസ്റ്റയിലൊക്കെ താരമായി മാറുന്നത്. റീൽസിലൊക്കെ താരമായി നിൽക്കുന്ന ഒരു ടിക്ടോക്കിലൊക്കെ ഉള്ള സമയത്ത് ആ കോവിഡിന്റെ കഴിയുന്ന ഒരു പോയിന്റിലാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഉറപ്പിക്കുന്ന സത്യത്തിൽ. പക്ഷെ അതിനുശേഷവും ഈ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഒരു കൊളാബും അങ്ങനെയുള്ള ഒരു ചെറുതായിട്ട് ഇൻകം വന്നു തുടങ്ങിയ ഒരു സമയത്ത് പതിയെ അവരുടെ ഫാമിലിയുടെയും അവരുടെയൊക്കെ സ്വഭാവങ്ങൾ ഏകദേശം മാറി അവർക്ക് വേറെ ഏതോ ഫ്യൂച്ചർ കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു കല്യാണത്തിൽ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ. അതായത് അച്ഛനും വിചാരിച്ചോ മകളും വിചാരിച്ചു ഈ ഇത്രയും ഒരു ചെറിയൊരു ബന്ധത്തിൽ നിൽക്കേണ്ട വ്യക്തിയല്ല, കുറച്ചുകൂടി സെലിബ്രിറ്റി ആയിട്ട് നിൽക്കേണ്ട വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ചെക്കൻ വേണ്ട എന്ന തരത്തിലൊക്കെ അവർ ചിന്തിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. ഏകദേശം അവർ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഒരു സാമ്പത്തികമായിട്ട് നമ്മളെ പ്ലാൻ ചെയ്ത് വഞ്ചിക്കുകയായിരുന്നു സത്യത്തിൽ. സ്വന്തമായിട്ട് ദുഡ് വന്ന് തുടങ്ങിയപ്പോൾ പഴയ ദുഡൊന്നും വേണ്ട, അതിനൊക്കെ കിണ്ടി അറിഞ്ഞു. ഇനി നമുക്ക് ഇതിനേക്കാളും ദുഡ് വരും, ഇതൊക്കെ നമുക്ക് ചേർന്ന ബന്ധമല്ല, ഇതൊക്കെ ലോക്കൽസാ എന്നുള്ള രീതിയിൽ തള്ളി വിട്ട പോലെയാണ് ഈ പറയുന്ന വ്യക്തിയുടെ പറച്ചില്ലെന്ന് എനിക്ക് പിടികിട്ടുന്നത്. എന്തായാലും കാണിച്ചത് ശുദ്ധ കണ്ടിത്തനമെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ പ്രണയിക്കുന്ന സമയത്ത് അവർക്ക് നിക്കറ് വരെ ഊരി കൊടുത്തിട്ട് പിന്നീട് സങ്കടപ്പെടുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. പിന്നെ ഈ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുക്കാറില്ലേ ചിലവളുമാർ. പ്രണയിക്കുന്ന സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ പല ഓപ്രായങ്ങളും ചെയ്ത് കൂട്ടിയിട്ട് അവസാനം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാവും. അതുപോലെയാണ് ഈ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഇവൻ്റെ പണം, ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന അങ്ങേരുടെ പണം ലക്ഷങ്ങളാ തട്ടി, 1-2 രൂപയല്ല, ലക്ഷങ്ങളാ തട്ടിക്കൊണ്ടുപോയി. അതിൽ കുറേ പൈസകൾ തിരിച്ചു കൊടുത്ത് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ തിരിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കാണിച്ച പോക്കരുത്തനാണ്. പിന്നെ ഇങ്ങനെ പറയുന്ന വഴിവിട്ട ബന്ധങ്ങൾ, അതെനിക്ക് പേഴ്സണലി എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിന് ഒരു എക്സ്പ്ലനേഷൻ ഈ പറയുന്ന ആര്യ തന്നെ മുന്നോട്ട് വരേണ്ടി വരും. ഇതിന് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് ആര്യ മുന്നോട്ട് വരേണ്ടി വരും. എങ്കിലേ അത് കൂടുതൽ ക്ലാരിഫൈ ആവത്തുള്ളൂ. കാരണം ഇവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ കാരണമാവാൻ ചിലപ്പോൾ ആര്യ വേണ്ടെന്ന് വെച്ചത്. നമുക്കതിനെപ്പറ്റി അറിയത്തില്ല. വഴിവിട്ട ബന്ധങ്ങളെന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് എനിക്ക് അവിടെ ഒരു വഴക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ ഒരു സീൻ എനിക്ക് ട്രിഗർ ചെയ്യുന്നുണ്ട് പേഴ്സണലി. പരസ്പരം വഴക്കുകളോ പ്രശ്നങ്ങളോ അങ്ങനെ ഒരു ഇത് എനിക്ക് ട്രിഗർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കേസ് പറഞ്ഞത്. കാരണം വഴിവിട്ട ബന്ധങ്ങളെന്ന് ഈ വ്യക്തി പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാര വിഷയങ്ങളോ അല്ലെങ്കിൽ സംശയരോഗങ്ങളോ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ പറഞ്ഞ് ഞാൻ തീരെ അങ്ങ് വലിച്ചു കീറാത്തത്. അല്ല ഞാൻ അങ്ങ് മാക്സിമം വലിച്ചു കീറുമായിരുന്നു. മനസ്സിലായോ? എന്തായാലും ബാക്കിയേക്കാം. ഞാൻ പൈസ മുടക്കിയിരിക്കുന്നതുകൊണ്ടും ഇത്രയും പ്രശ്നങ്ങൾ സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാനൊരു ബാധ്യതയായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി അവർ 4 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഇട്ടുതരാന്ന് പറഞ്ഞ്
എന്നോട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനമാക്കിയിട്ട് പോയിട്ട് എന്നെ കോംപ്രമൈസ് ആക്കി സോൾവ് ആക്കി നിർത്തി. അതിനുശേഷം 4 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2022 പകുതിയോട് താങ്കൾ പരാതി കൊടുക്കും. അതല്ല, അതിനുശേഷം 2 മാസത്തിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞത്. ഈ 2 മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ 2 മാസത്തിനുള്ളിൽ കോൺടാക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം വീണ്ടും പറഞ്ഞ അവധി, അങ്ങനെ 15 ദിവസം പല അവധികൾ പറഞ്ഞു. അതിനുശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കുന്നവർക്ക് ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ അവർ ഇനി വിളിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് കൊടുക്കും, കള്ളക്കേസിൽ കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണി ആര്യയിൽ നിന്നും ആര്യയുടെ അച്ഛനിൽ നിന്നും ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ഒരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു, ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ കേസ് നമുക്ക് ഒരു നോട്ടീസ് അയക്കാമെന്ന് പറഞ്ഞ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. ഇത്രയും എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടണം കാര്യങ്ങൾ പറഞ്ഞ്. ഞാനൊരു വേറൊന്നുമില്ല, ബാക്കി ചിലവുകൾ ഞാൻ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്ന് പറഞ്ഞാണ് പരാതിയിൽ നോട്ടീസ് അയച്ചത്. കൃത്യമായിട്ട് എമൗണ്ട് 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അപ്പോൾ അവർ എന്നെ അറിയാൻ പാടില്ല, ഞാനുമായിട്ട് ബന്ധമില്ലാന്നൊക്കെ പറഞ്ഞ് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു, റിപ്ലൈ ചെയ്തു. അതിനുശേഷം 2022 നവംബർ 26 തീയതി ഞാൻ പൂച്ചാക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആർക്കെതിരെ പരാതി കൊടുത്തു. പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് അവളെ വിളിപ്പിച്ചിട്ട് നടപടി ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം പിന്നെ 29 തീയതി എൻ്റെ അമ്മയുടെ പേരിലുള്ള സ്കൂട്ടർ ആരും ഉപയോഗിക്കുകയായിരുന്നു. TVS എൻഡോർക്കിന്റെ സ്കൂട്ടർ ആരും ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും എനിക്കെതിരെ വേറെ കേസ് കൊടുക്കാൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ദുരുപയോഗം ചെയ്യുമെന്ന് വിചാരിച്ച് അത് തിരിച്ചു കിട്ടാനുള്ള കേസ് കൊടുത്തു. രണ്ടിനും ഒരു നടപടിയും ഉണ്ടായില്ല. അതിനുശേഷം ഈ 2 പരാതിയും കാണിച്ചുകൊണ്ട് ആലപ്പുഴ SP 10/1/2023 ഒരു പരാതി കൊടുത്തു. ആ പരാതിയെ തുടർന്ന് 15 തീയതി ഏകദേശം 15/1 5 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പൂച്ചാക്കൽ സ്റ്റേഷനിൽ വിളിച്ചിട്ട് എൻ്റെ സ്കൂട്ടർ എനിക്ക് തിരിച്ചു നൽകി. പിന്നെയും പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ കോടതി മാത്രം അവരെനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്താൽ അവരും ഒരു മറുപടി തരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴത്തേക്കും 15/3 ഏകദേശം മാർച്ച് 15 തീയതിയോടെ എന്നെ പൂച്ചാക്കൽ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് അവിടുന്ന് ഒരു 2 ലക്ഷം രൂപയുടെ ട്രാൻസ്ഫർ ചെയ്തു. 2 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ആര്യ സ്റ്റേഷനിൽ വെച്ച് തന്നെ ട്രാൻസ്ഫർ ചെയ്തു. CIയുടെ മുമ്പ് വെച്ച് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ തരികയും ഒരു ഏപ്രിൽ 17 തീയതി ഡേറ്റ് ഇട്ട് ഒരു 3 ലക്ഷം രൂപയുടെ ചെക്ക് തന്നു. എന്നാൽ ആ ചെക്ക് ബൗൺസ് ആയി പോയി. പിന്നീട് കോൺടാക്ട് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്ത് മാർച്ച് ഇങ്ങനെ നിങ്ങൾക്ക് പൈസ തരുന്ന സമയത്ത് ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും എഗ്രിമെന്റ് ഒന്നും ചെയ്തില്ല. ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കില്ല. സ്റ്റേഷനിൽ അല്ലായിരുന്നു. അതായത് ആ പൈസ കിട്ടുന്ന പൈസ ആദ്യമേ വാങ്ങിക്കുക എന്നാണ് അവിടുന്ന് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വാങ്ങിയ 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയുടെ ചെക്കും കൈപ്പറ്റിയതായിട്ട് അപ്പോൾ കുറച്ച് പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, ബാക്കി ഇനിയും കിട്ടാനുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആവുമ്പോൾ ലക്ഷങ്ങളൊക്കെ വാരി കൊടുക്കുന്നില്ലേടെ, എന്തുപാടെ ഇതൊക്കെ, എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഞാനൊക്കെ റിലേഷനിലായിരുന്ന 5 പൈസ ഇല്ലായിരുന്നു തന്നില്ല. പോട്ടെ, അത് പോട്ടെ. അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥ. റിലേഷൻഷിപ്പിലായിരിക്കും ഇങ്ങനെയൊന്നും പൈസ വാരി കൊടുക്കല്ലേ കേട്ടോ. അവസാനം ഇതുപോലെ ഇരുന്ന് കരയാനേ അവസരം കാണത്തുള്ളൂ. എന്തായാലും ആര്യയുടെ ഒരു ഭാഗം കൂടി എനിക്ക് കേൾക്കണമെന്നുണ്ട്. പേഴ്സണലി എനിക്ക് അത് കേൾക്കണമെന്നുണ്ട്. എനിക്കെന്തോ ആ സൈഡിൽ കൂടി കേൾക്കണം, അതുവഴി ക്ലാരിഫിക്കേഷൻ വേണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ആര്യയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്തോ എനിക്കൊരു ചെറിയ എവിടെയോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തീരെ അങ്ങ് വലിച്ചു കയറാത്തത്. പക്ഷേ അവൻ്റെ പൈസ മുക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. എല്ലാം തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതിൽ നോ കോംപ്രമൈസ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവനൊരു സംശയ രോഗമുണ്ടോ എന്ന് എനിക്കൊരു ഫീൽ. അതിന് ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം, എന്തും ആവാം. എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതൊക്കെയാണ് അവസ്ഥയുടെ. ഒരു കാര്യം പറയാം, വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകൾ പൈസ തട്ടിയ പോലെ ആണ് ഈ കേസ്. മനസ്സിലായി? പൈസ തട്ടിയെടുത്തു, അതാണ് ഈ കേസ്. അപ്പോൾ വാങ്ങിച്ച പൈസ എല്ലാം തിരിച്ചു കൊടുക്കുക, അതാണ് ആര്യ ചെയ്യേണ്ടത്. പിന്നെ ആര്യയുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു എക്സ്പ്ലനേഷൻ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.